ഹേ എവ്രിബഡി, വെൽക്കം ടു JD's Garage. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് വി മീറ്റ് അഗെയിൻ. കുറച്ച് നാളായിട്ട് കല്യാണവും കുറച്ച് ട്രാവലും അങ്ങനത്തെ കുറച്ച് ഓട്ടങ്ങളിലൊക്കെ ആയിട്ട് വാസ് ഓൾ ഓവർ ദ പ്ലേസ്. എന്തായാലും നൗ ബാക്ക് ടു മൈ ഡെയിലി റുട്ടീൻ ആൻഡ് ഡെയിലി ഗ്രൈൻഡ്. അങ്ങനെ വാട്ട് ബെറ്റർ വേ ടു റീകണക്ട് ദാൻ എ ന്യൂസ് എപ്പിസോഡ്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, അതേപോലെ വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദി ഓട്ടോ വേൾഡ്, വാട്ട് ഈസ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അതിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ടത് ഒരു ലിറ്ററലി ഷോക്കിംഗ് ലോഞ്ചാണ് ഫ്രം അവർ ഓൺ ഇന്ത്യൻ ഇലക്ട്രിക് ടു വീലർ മാനുഫാക്ചർ അൾട്രാ വയലറ്റ് കഴിഞ്ഞ ആഴ്ച 2 പുതിയ വണ്ടികൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് കെയിം ഔട്ട് ഓഫ് ദ ബ്ലൂ. അവരൊരു സ്കൂട്ടറും ഒരു ലൈറ്റ് ബൈക്കുമാണ് പ്രിവ്യൂ ചെയ്തിരിക്കുന്നത്. The scooter is called the Tesseract and the light bike is called the Shockwave. അടിപൊളി പേരുമാണ്. അപ്പോൾ നമുക്ക് ഈ 2 പ്രൊഡക്ട്സ് നോക്കുകയാണെങ്കിൽ ദേ ആർ ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ്. കാര്യം നമ്മളാരും അൾട്രാ വയലറ്റ് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കുന്നതായിട്ട് വലിയ ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ദ സ്കൂട്ടർ ആക്ച്വലി ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാര്യം ഒരു മാക്സി സ്കൂട്ടറാണ്. ആ ഒരു സെഗ്മെൻറ്റിലോട്ട് ഇവരൊരു ഇലക്ട്രിക് വണ്ടിയായിട്ട് വരിക എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര അടിപൊളിയാണ്. 3 വേർഷൻസാണ് കൊണ്ടുവരുന്നത്. അവർ 3 ബാറ്ററി പാക്ക് സൈസുകളും അതേപോലെ 3 ഡിഫറെൻറ്റ് റേഞ്ച് പവർ കാര്യങ്ങളെല്ലാം വെച്ചിട്ട്. ആൻഡ് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന സ്പെക്സ് എല്ലാം ആക്ച്വലി ക്ലാസ് ലീഡിംഗ് ആണ്. ദേ ആർ ആക്ച്വലി വെരി നൈസ്. അവരുടെ ടെക്കും കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഭയങ്കര അടിപൊളിയാണ്. ഐ ലൈക്ക് ദ സ്റ്റൈലിംഗ്. ആൻഡ് ഇപ്പോൾ ഒരു നല്ലൊരു ഇൻട്രഡക്ടറി പ്രൈസും കൊടുത്തിട്ടുണ്ട്. അബൌട്ട് 1.2 lakhs-ന് യു വിൽ ഗെറ്റ് ദ സ്കൂട്ടർ. സ്റ്റാർട്ടിംഗ് മോഡലായിരിക്കും, ബട്ട് സ്റ്റിൽ എന്നാലും അതൊരു ഭയങ്കര ഒരു സംഭവം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രൈമറിലി ബിക്കോസ് അൾട്രാ വയലറ്റ് എന്തൊക്കെ പറഞ്ഞാലും ഓക്കെ, അധികം പേര് അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. കാര്യം ദേ ബീൻ മേക്കിംഗ് എ വെരി ഫോക്കസ്ഡ് വെഹിക്കിൾ. ഒരു സൂപ്പർ സ്പോർട്ട് പോലത്തെ ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടായി കഴിയുമ്പോൾ എന്തൊക്കെ വന്നാലും അതിനൊരു ലിമിറ്റുണ്ട്. ആൻഡ് ദേ ബീൻ പ്രൈസ്ഡ് ക്വൈറ്റ് ഹൈ. ഇപ്പോൾ ഒരു പ്രീമിയം പ്രൊഡക്റ്റാണ്. ഒരു മാസ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് ഈ പറഞ്ഞ വണ്ടികൾക്കൊന്നിനും അങ്ങനെ ഉണ്ടായിട്ടില്ല. സോ അത് വെച്ച് നോക്കുമ്പോൾ ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ദാറ്റ് ദീസ് വെഹിക്കിൾസ് ഹാവ് ഗാർണേർഡ് ഇസ് ഇൻസൈൻ. അവർ 1010 വണ്ടികൾക്ക് ഒരു സ്പെഷ്യൽ പ്രൈസിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അത് കഴിയുമ്പോൾ പ്രൈസ് ഒരു 10-20,000 രൂപ കൂടും. പക്ഷെ എന്നാൽ പോലും ദ റെസ്പോൺസ് ഹാസ് ബീൻ അൺബിലീവബിൾ. അൾട്രാവയലറ്റ് തന്നെ പ്രതീക്ഷിച്ചില്ല ഇത്രയും റെസ്പോൺസ്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവുന്നത്. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഫോർ ദാറ്റ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പുതിയ പ്ലാറ്റ്ഫോമാണ് ദ ലൈറ്റ് മോട്ടോർ ബൈക്ക് പ്ലാറ്റ്ഫോം. അവരുടെ ഇതുവരെയുള്ള പ്രൊഡക്ട്സ് നോക്കുകയാണെങ്കിൽ എഫ് എന്ന് പറഞ്ഞ ആ പ്ലാറ്റ്ഫോമിലാണ് F77 കാര്യങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അത് കഴിഞ്ഞ് എസ് എന്ന് പറഞ്ഞ അവരുടെ സ്കൂട്ടർ പ്ലാറ്റ്ഫോം അൺവെയിൽ ചെയ്തു. അത് കഴിഞ്ഞ് ലൈറ്റ് ബൈക്ക് എന്ന് പറഞ്ഞ് L പ്ലാറ്റ്ഫോം അൺവെയിൽ ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ഇതാണ് മോഡേൺ ഡേ RX100 ആൻഡ് ദാറ്റ്സ് റിയലി ക്വൈറ്റ് എക്സൈറ്റിംഗ്. നമുക്ക് ആ അൾട്രാ വയലറ്റിൻ്റെ പ്രസൻറ്റേഷൻ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. കാര്യം ഒരു ജെന്യുവിൻ എൻതൂസിയാസ്റ്റ് റൺ കമ്പനി, ഒരു എ ബഞ്ച് ഓഫ് മോട്ടോർ ഹെഡ് സിറ്റിംഗ് അറൗണ്ട് ആൻഡ് മേക്കിംഗ് സം സ്റ്റഫ് എന്നുള്ളത് നമുക്കത് ഭയങ്കര അപ്പാരൻ്റ് ആണ് അവരുടെ ആ ഒരു പ്രസൻറ്റേഷനും ആ വണ്ടികളുടെ ഒരു അൺവെയിലിങ്ങും എല്ലാം കാണുമ്പോൾ. സോ അവർ ഇതിനകത്ത് പറഞ്ഞിരുന്നത് ഇസ് ദറ്റ് ഇത്രയും കാലം നമ്മൾ പറഞ്ഞിരുന്ന ലൈറ്റ് വെഹിക്കിൾ 2 strokes ടേക്കിംഗ് ബാക്ക് ടു അവർ കോളേജ് ഡേയ്സ് അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ട് RX100 ഇനി എന്തായാലും ഇനി ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു എക്സ്പൾസ് എന്തായിരിക്കണം എന്നുള്ളത് ഈവൻ ലൈറ്റർ ദാൻ ദി എക്സ്പൾസ്. കാര്യം നമുക്കൊരു വണ്ടിയുടെ ബാക്കിലൊക്കെ വെച്ചുകൊണ്ട് പോകാൻ പറ്റും. ഒരു ഇഫ് യു ഹാവ് എ പജേറോ ഓർ സംതിങ് ലൈക്ക് ദാറ്റ് യു കൻ ജസ്റ്റ് ത്രോ ദിസ് ബിഹൈൻഡ് ദ ടെയിൽ കാരിയർ വെച്ചിട്ട് നമുക്ക് ഈ സാധനം ഇട്ടിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം. സോ ദാറ്റ്സ് ഗോണ ബി വെരി ഇൻട്രസ്റ്റിംഗ്. ആൾക്കാർ നോക്കിയൊരു ജിമ്മിയുടെ താറിൻ്റെ പുറകിലൊക്കെ ഇത് കയറ്റി കൊണ്ടുപോകും. ആൻഡ് ഇറ്റ്സ് ഹാർഡ്ലി അബൌട്ട് 120 kgs, 150 കിലോമീറ്റർ റേഞ്ച്, 120 കിലോമീറ്റർ ടോപ്പ് സ്പീഡ്. ആൻഡ് പ്രൈസാണ് ഏറ്റവും അടിപൊളി. കാര്യം 1.75 lakhs ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആദ്യത്തെ കുറച്ച് വണ്ടികൾ 1.5 lakhs. ആൻഡ് ദാറ്റ് ഈസ് മൈൻഡ് ബോഗ്ലിംഗ് വാല്യൂ ഫോർ മണി ഇഫ് യു ആസ്ക് മീ. ആൻഡ് ഞാനത് പറയാൻ കാര്യം ഇസ് ബിക്കോസ് നമ്മളിപ്പോൾ അൾട്രാ വയലറ്റ് ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. നമ്മൾ ഇതുവരെ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും അൾട്രാ വയലറ്റിനെ പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ. വില കുറച്ച് കൂടുതലാണ് സുഹൃത്തുക്കളെ, പക്ഷേ വണ്ടി അടിപൊളിയാണെന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ജനറൽ ഒപ്പീനിയൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ക്ലെയിംസ് എല്ലാം ഐ തിങ്ക് ഇറ്റ്സ് ഗോണ ബി ക്വൈറ്റ് നൈസ്. വണ്ടി അടിപൊളിയായിരിക്കും. എല്ലാവരും പ്രീ ബുക്ക് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരെണ്ണം പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്താവോ പക്ഷേ ലോഞ്ച് 2026 ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഒരു മാർക്കറ്റ് ഒരു ടെസ്റ്റ് എന്നുള്ള മട്ടിൽ ദേ ഹവ് ഗോട്ട് എ ലോട്ട് ഓഫ് എൻക്വയറീസ് ഫോർ ദ ബൈക്ക്. ദർ ഇസ് എ ലോട്ട് ഓഫ് ഇൻട്രസ്റ്റ് അറൗണ്ട് ദ ബ്രാൻഡ്. അപ്പോൾ അതുകൊണ്ട് ഐ തിങ്ക് ദിസ് ഈസ് ഗോയിങ് ടു ബി ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ഫോർ ദെം ആൻഡ് ഐ വിഷ് ദെം ഓൾ സക്സസ് ഇൻ ദാറ്റ്. നമ്മൾ ഇലക്ട്രിക്കിൻ്റെ കാര്യം പറയുമ്പോൾ നോ എപ്പിസോഡ് ഈസ് കംപ്ലീറ്റ് വിതൗട്ട് ഓല.
ഓല ഏതായാലും അതിനിടയ്ക്ക് ഇവിടെ നിന്ന് 500 കിലോമീറ്റർ 600 കിലോമീറ്ററൊക്കെ പോകാൻ പറ്റുന്ന സ്കൂട്ടറൊക്കെ ഇറക്കിയിട്ടുണ്ട്, എന്തിനാണെന്നറിയില്ല. പക്ഷേ എനിക്ക് ആ പ്രസൻറ്റേഷൻ കണ്ടപ്പോൾ, അൾട്രാ വയലറ്റിൻ്റെ പ്രസൻറ്റേഷൻ കണ്ടപ്പോഴാണ് നമുക്കൊരു കമ്പനിയുടെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് അൾട്രാ വയലറ്റിൻ്റെ പ്രസൻറ്റേഷനിൽ മുഴുവൻ ഹൗ ദി RX100 വാസ് എ ഗ്രേറ്റ് ബൈക്ക് ആൻഡ് ഹൗ വി ഹാഡ് നോസ്റ്റാൾജിയ അറൗണ്ട് ഇറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓലയുടെ പ്രസൻറ്റേഷനിൽ ഭാവേഷ് അഗർവാൾ വന്നിട്ട് ബാക്കിയുള്ളവർ ഇപ്പോഴും നമ്മുടെ ജെൻ 1 നമ്മൾ ജെൻ 3 ആയി, ബാക്കിയുള്ളവർക്കൊന്നിനും കൊള്ളില്ല, നമ്മൾ സൂപ്പറാണ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ ആ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് കാണുമ്പോൾ തന്നെ ഓഡിയൻസ് തലയാട്ടി ആണല്ലേ, ശരി സൂപ്പറാണ് എന്നുള്ള മട്ടി പറയുന്ന, അല്ലാണ്ട് ഇറ്റ്സ് ക്വൈറ്റ് സാഡ് ടു ബി ഓണസ്റ്റ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ദാറ്റ് ഈസ് വൈ ഐ ഹാവ് സോ മച്ച് ഫെയ്ത്ത് ഇൻ അൾട്രാ വയലറ്റ്. എന്തായാലും ഓലയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഓല ഇച്ചിരി പ്രശ്നത്തിലാണ്. ഓലയുടെ ഷെയർ പ്രൈസസ് ആ ടംബ്ലിങ്, മൂക്കും കുത്തി താഴെ വീണിട്ടുണ്ട്. ജാനുവരി സെയിൽസ് നോക്കുകയാണെങ്കിൽ അവരുടെ ഓൾ ടൈം ലോ ആണ്. 8,000 വണ്ടി എങ്ങാണ്ടേ പോയിട്ടുള്ളൂ, 25,000 വണ്ടിയൊക്കെ പോണ സ്ഥലത്ത്. ദാറ്റ് ഈസ് എ ഹ്യൂജ് പ്രോബ്ലം. ദേ ലേഡ് ഓഫ് 1,000 പീപ്പിൾ. അവർ രക്ഷപ്പെട്ടു എന്ന് പറയാം. ആൻഡ് ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ ജസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്, നമ്മുടെ ഗവൺമെൻറ് ഹാസ് ക്ലാംപ് ഡൗൺ ഓൺ ഓല ഷോറൂംസ്. നോക്കുമ്പോൾ ഓലയുടെ ഷോറൂമിൽ ഈ ട്രേഡ് സർട്ടിഫിക്കറ്റും അതിൻ്റെ കാര്യങ്ങളെല്ലാം വെറും 10% ഓല ഷോറൂമുകൾക്കേ ഉള്ളൂ. ബാക്കിയെല്ലാം ചുമ്മാ മുറുക്കാൻ കട തുടങ്ങുന്ന പോലെ ഒരു പെട്ടിക്കട ഇടുന്നു, അതിനകത്ത് 4 ഓല വയ്ക്കുന്നു, അത് വിൽക്കുന്നു, എന്തൊക്കെയോ നടക്കുന്നു, കസ്റ്റമർ കൊണ്ടുപോകുന്നു, വഴി നിൽക്കുന്നു, പോകുന്നു. സോ ആ ഒരു ഇതിൽ നിന്ന് അവർക്ക് നല്ലൊരു റൂഡ് അവേക്കനിങ് കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് ഓൾ ടംബ്ലിങ് ഡൗൺ. അപ്പോൾ എന്തായാലും ഹോപ്പ്ഫുള്ളി കുറച്ച് അഹങ്കാരമൊക്കെ കുറഞ്ഞ് മര്യാദക്കുള്ള പ്രൊഡക്ട്സ് ഇനി ഇറക്കുമായിരിക്കും. വലിയ പ്രതീക്ഷയില്ല, പക്ഷേ എങ്കിലും വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. ബട്ട് മാർക്കറ്റിൻ്റെ ആ ഒരു ഫ്രെൻസിയും ഓൾ ഓഫ് ദാറ്റ് ഈസ് കമ്മിങ് ഡൗൺ നൗ. അതേപോലെ തന്നെ പറയുമ്പോൾ നമുക്ക് വേറൊരു കമ്പനി ദാറ്റ് ഹാസ് എ വെരി ഒരു ഹൈ അച്ചീവിങ് ലീഡർ ആൻഡ് വെരി ലെസ് കമ്പാഷൻ എന്നുള്ളൊരു കമ്പനി, ദാറ്റ് ഈസ് നമ്മുടെ ഭാവേഷ് അഗർവാളിൻ്റെ ഗുരുവായ എലോൺ മസ്കിൻ്റെ കാര്യമാണ്. എലോൺ മസ്ക് ആക്ച്വലി ഇപ്പോൾ ഈസ് നൗ മോർ പൊളിറ്റീഷ്യൻ ദാൻ ബിസിനസ്മാൻ. ആൻഡ് അതുകൊണ്ട് തന്നെ എ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് ഹീ ഈസ് ഡൂയിങ് ഓൺ ദ പൊളിറ്റിക്കൽ ഫ്രണ്ട് പുള്ളിയുടെ ബിസിനസ്സിനെ വളരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ടെസ്ല സെയിൽസ് ആർ ഡൗൺ ഓൾമോസ്റ്റ് 40% ഇൻ മെനി കൺട്രീസ്. ഷെയർ പ്രൈസസ് ആർ ടംബ്ലിങ്. എല്ലായിടത്തും ആൻറ്റി ടെസ്ല സ്ലോഗൻസും കാര്യങ്ങളുമാണ്. വണ്ടികളിൽ ആൾക്കാർ വാൻഡലൈസ് ചെയ്യുന്നു കാറുകൾ റോട്ടിൽ. ഇറ്റ്സ് നൗ നോട്ട് കൂൾ ടു ബി സീൻ ഇൻ എ ടെസ്ല എന്നുള്ള മട്ടിലായി. ഹൈ പ്രൊഫൈൽ സെലിബ്രിറ്റീസ് ആദ്യം ടെസ്ല മേടിച്ച് ഞാൻ കൂളായി എന്ന് കാണിക്കാൻ വേണ്ടി അവരെല്ലാവരും ടെസ്ല വിൽക്കുന്നൊരു സിറ്റുവേഷൻ എത്തി. ആൻഡ് ജനറലി പുള്ളിയുടെ കുറേ നാസി കമൻസും, അതേപോലെ ഇപ്പോൾ ഡോജ് എന്നും പറഞ്ഞ് US പുള്ളി കാട്ടിക്കൂട്ടുന്ന ഓരോ പരിപാടികളും, ഓൾ ഓഫ് ദാറ്റ് ഹാവ് ഇറിറ്റേറ്റഡ് ദ ജനറൽ പബ്ലിക് ക്വൈറ്റ് എ ബിറ്റ്. ആൻഡ് ദാറ്റ് ഓൾസോ ഷോസ് ഒരു ബിസിനസ്മാൻ ആകുമ്പോൾ പൊളിറ്റിക്കൽ വ്യൂസ് എപ്പോഴും കുറച്ചൊരു മയത്തിൽ വെക്കണം, അല്ലെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാവും എന്നുള്ളത്. സോ ദാറ്റ് ഹാസ് ഓൾസോ എഫക്റ്റഡ് ഹിം ക്വൈറ്റ് എ ബിറ്റ്. എന്തായാലും ഇതൊക്കെ കൊണ്ട് തന്നെ ടെസ്ല ഇന്ത്യയിലോട്ട് വരാനുള്ള തകൃതിയായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ വേൾഡ് പോളിറ്റിക്സ് ഹാസ് ഗോൺ ക്രേസി ദീസ് ഡേയ്സ്. ട്രംപിൻ്റെ ഡെയിലി ഓരോ മൂവുകളും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് എന്താണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ട്രേഡ് വാർസ് ഹാപ്പനിങ് എവ്രിവെയർ, ടാരിഫ് വാർസ് ഹാപ്പനിങ് എവ്രിവെയർ. ഇതിൻ്റെ ഇടയിൽ ടെസ്ല ഈസ് പുഷിങ് ഫോർ 0% ഇമ്പോർട്ട്സ് ഇൻ ഇന്ത്യ. ഓക്കെ, കുറേ കൊല്ലം മുമ്പ് നമ്മൾ കേട്ടതാണ് ടെസ്ല വരുന്നു ഭയങ്കര സംഭവമായിരിക്കുമെന്ന് പറഞ്ഞ് കേൾക്കാൻ തുടങ്ങി. പക്ഷേ ആ സമയത്തൊന്നും ഒന്നും വന്നില്ല. എന്തായാലും അവർ ബുക്കിംഗ് വരെ തുടങ്ങിയതാണ്, ആ പൈസയ്ക്ക് എന്തായാവോ. പക്ഷെ എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ട് ടെസ്ല ഫൈനലി ഇന്ത്യയിലോട്ട് വരുന്നു. ബോംബെയിൽ BKCയിൽ അവരൊരു ഷോറൂം സ്പേസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ദേ സ്റ്റാർട്ടഡ് ഹയറിങ് പീപ്പിൾ ഫോർ ഇന്ത്യൻ ഓപ്പറേഷൻസ്. സോ ഒരു ഫുള്ളി ഇമ്പോർട്ട് ഓപ്പറേഷനാണ്, അല്ലാണ്ട് ഇവിടെ ഫാക്ടറിയും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല അവർ. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഫുള്ളി ഇമ്പോർട്ടഡ് കാർ. പക്ഷേ അതിനകത്തൊരു ചോദ്യമുണ്ട്. ഓക്കെ, കുറച്ച് കൊല്ലം മുമ്പ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു, ടെസ്ല വരുന്നു. ഇപ്പോഴത്തെ ഒരു സിനാറിയോയിൽ ഡസ് എനിവൺ കെയർ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാര്യം ടെസ്ലയുടെ ആ ഒരു ഹൈപ്പും സാധനങ്ങളും എല്ലാം കഴിഞ്ഞു. ഇപ്പം നൗ ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഹാസ് കോട്ട് അപ്പ്. ഇപ്പോൾ ടെസ്ല ഇവിടെ അൾട്രാ ലക്ഷറി കാർ എന്ന് പറഞ്ഞ് മോഡൽ 3 ആണ് ഇറക്കാൻ പോണത്. അത്ര അൾട്രാ ലക്ഷറി ഒന്നുമല്ല. അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും ദാറ്റ് ദീസ് കാർസ് ആറൻറ്റ് ആക്ച്വലി ദാറ്റ് ഫാൻസി ഓർ ദാറ്റ് വെൽ ബിൽറ്റ് ടു ബി ഓണസ്റ്റ്. പക്ഷെ നമ്മൾ
മാർക്കറ്റിൽ ഇപ്പോൾ നോക്കുകയാണ് BYD കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ദേ ഹവ് അഡ്വാൻസ്ഡ് ക്വൈറ്റ് എ ബിറ്റ് ഇൻ ടേംസ് ഓഫ് ബാറ്ററി ടെക്. നമ്മൾ എന്തിന് നമ്മുടെ ഇന്ത്യൻ മാനുഫാക്ചേഴ്സ് മഹീന്ദ്രയുടെ പുതിയ വണ്ടികൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഐ ഡോണ്ട് ലൈക്ക് ദ വേ ഇറ്റ് ലുക്സ്, പക്ഷേ ഫ്രം എ ടെക് പോയിന്റ് ഓഫ് വ്യൂ, അതേപോലെ ഒരു ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ, ദോസ് ടു കാർസ് ഹവ് ആക്ച്വലി ടേക്കൺ ദ മാർക്കറ്റ് ഫോർവേഡ് സിഗ്നിഫിക്കൻ്റ്ലി. ഇപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ ലോകത്തിന് മുഴുവൻ ടെസ്ല വേണ്ടാന്ന് പറയുമ്പോൾ ഇവിടെ ഇടിച്ചുകുത്തി ടെസ്ല കൊണ്ടുവന്നിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിന് ഇത്ര വലിയ ഒരു മാർക്കറ്റ് ആക്സെപ്റ്റൻസോ മാർക്കറ്റ് ഇൻട്രസ്റ്റോ ഉണ്ടാവും എന്നുള്ളത്. അതിനകത്തുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുമ്പോൾ ടെസ്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന അതിൻ്റെ സെൽഫ് ഡ്രൈവിംഗ് ഫീച്ചേഴ്സിനും കാര്യങ്ങൾക്കൊക്കെയാണ്. ഇന്ത്യയിൽ ഏതായാലും സെൽഫ് ഡ്രൈവിംഗ് ഒന്നും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ഈ പറഞ്ഞ അവരുടെ ഫാൻസി ഫീച്ചേഴ്സ് ഒന്നും ഇറ്റ്സ് നോട്ട് ഗോണ ബി പ്രാക്ടിക്കൽ ഇൻ ഇന്ത്യ. സൂപ്പർ ചാർജിങ് നെറ്റ്വർക്ക് ആണെങ്കിലും ഇനി ടെസ്ല ഒരു സൂപ്പർ ചാർജിങ് നെറ്റ്വർക്ക് ഉണ്ടാക്കി വരുമ്പോഴേക്കും, ആൻഡ് എസ്പെഷ്യലി ഫോർ എ ലിമിറ്റഡ് വോളിയം CBU കാർ, ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഇലോൺ ഈസ് ഗോയിങ് ടു ഇൻവെസ്റ്റ് ഇൻ ഓൾ ഓഫ് ദാറ്റ്. അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ ടെസ്ല എന്താവും എന്നുള്ളത് കുറച്ച് മാസത്തിൽ നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും പുതിയ ഇലക്ട്രിക് കാർസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഹാരിയർ EVയുടെ കാര്യം കൂടെ പറയണം. ഹാരിയർ EV ഫൈനലി അൺവെയിൽ ചെയ്തിട്ടുണ്ട്. ടാറ്റയുടെ സഫാരി ഹാരിയർ ട്വിൻസ് ഇലക്ട്രിക് വരുന്നു എന്നുള്ളത് കുറച്ച് കാലമായി നമ്മൾ കേൾക്കുന്നു. ആൻഡ് ഫൈനലി ഇറ്റ്സ് ജസ്റ്റ് ബീൻ അൺവെയിൽഡ് ടാറ്റയുടെ ഒരു സെറമണിയിൽ വെച്ചിട്ട്. അഗെയിൻ ഡ്യുവൽ മോട്ടർ കാറാണ്, 79 kWh ബാറ്ററി, ഓൾ ദാറ്റ് ഈസ് ഗ്രേറ്റ്. ബട്ട് ഇത് മതിയോ ടാറ്റയുടെ EV സെയിൽസിൻ്റെ ഫ്രീ ഫോൾ കണ്ടെയ്ൻ ചെയ്യാൻ എന്നുള്ളത് വി വിൽ ഹാവ് ടു സീ. ഇസ് ഇറ്റ് ടു ലിറ്റിൽ ടു ലേറ്റ് എന്നുള്ളതും കൂടെ അഗെയിൻ ടെസ്ല പോലെ തന്നെ കുറേ കാലം ഇത്രയും കാലം കേട്ടോണ്ടിരുന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ മാർക്കറ്റിലോട്ട് അത് ഇറങ്ങിക്കഴിയുമ്പോഴേക്കും ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടാവുമോ എന്നുള്ളത് നൗ വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. നമുക്കതേപോലെ EVസിൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു ഭയങ്കര തീരുമാനം എടുത്തിരിക്കുന്ന ഒരു കമ്പനിയാണ് മെർസിഡീസ്. അവരുടെ EQ സീരീസ് കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പോകുന്നു. ഇനി ഫേർദർ ഡെവലപ്മെൻ്റ് ഒന്നും EQലോട്ടില്ല. അതിൻ്റെ പകരം അവർ സാധാരണ അവരുടെ ഇപ്പോൾ C ക്ലാസ് എന്നൊക്കെ പറയുന്ന പോലത്തെ വണ്ടികൾക്ക് ഒരു ഇലക്ട്രിക് വേർഷനും കൂടെ കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഐ തിങ്ക് ദാറ്റ്സ് എ വെരി ലോജിക്കൽ ഡിസിഷൻ. കാര്യം EQൻ്റെ ആ ഒരു എഗ്ഗി ഷേപ്പ് അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് എനിക്ക് തോന്നുന്നു ആ ഒരു ഡിസൈൻ്റെ തോട്ട് പ്രോസസ്സ് വന്നത് വാസ് ഫ്രം എ ടൈം വെൻ ഇലക്ട്രിക് കാർസ് നീഡഡ് ടു ലുക്ക് ഡിഫറെൻറ്റ്. കാര്യം ആൾക്കാർക്ക് അത് ഇലക്ട്രിക് ആണെന്നുള്ളത് സ്ക്രീം ചെയ്യണം, ഓക്കെ നോക്കൂ ഞാനിപ്പോൾ ഒരു കൂൾ സാധനം ഓടിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ആ ഒരു കാലം കഴിഞ്ഞു പോയി, വളരെ പെട്ടെന്ന് കഴിഞ്ഞു. ഇൻഫാക്റ്റ് ഇപ്പം എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഒരു സാധാരണ കാറ് പോലെ ഇരിക്കുന്ന കാറാണ് വേണ്ടത്, ഒരു സ്പേസ് ക്രാഫ്റ്റ് പോലെ വേണമെന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ BE6ൻ്റെയും മറ്റേ സ്റ്റൈലിങ്ങും എത്രത്തോളം വർക്ക് ചെയ്യുമെന്ന് അറിയില്ല ഓൺ ദ ലോങ് ടേം. എന്തായാലും മെർസിഡീസ് അവരുടെ സാധാരണ വണ്ടികളുടെ ഇലക്ട്രിക് വേർഷൻസ് ഇറക്കി മിണ്ടാണ്ടിരിക്കാൻ പോകുന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് എ ഗുഡ് തിങ് ഇഫ് യു ആസ്ക് മീ. കാര്യം മെർസിഡീസിന് ഇതുവരെ അവൻ്റെ EV ടെക്നോളജിയിൽ കുഴപ്പമൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് ദ വേ ദ കാർ ലുക്ക്. ഇപ്പോൾ ഒരു EQS എന്ന് പറഞ്ഞാൽ അതൊരു S ക്ലാസ് റീപ്ലേസ്മെൻ്റ് ആയിട്ട് ആർക്കും കാണാൻ പറ്റില്ല. ഇതിനൊരു അപ്ഗ്രേഡും ഡെഫിനറ്റ്ലി അല്ല. അതേപോലെ EQEയും എല്ലാം ഒരു ദേ ഓൾ ലുക്ക് ലൈക്ക് എൻ എഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈൻ ട്രെൻഡ് നിർത്തുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു അനൗൺസ്മെൻറ്റ് ഹാസ് ബീൻ, മെർസിഡീസ് ഒരു പുതിയ ബേബി G ഇറക്കാൻ പോകുന്നു. അവരുടെ G ക്ലാസ് ഹാസ് ബീൻ ഇമ്മെൻസ്ലി സക്സസ്ഫുൾ. ദ ന്യൂ G ക്ലാസ് ഇസ് എ ഫാൻറ്റാസ്റ്റിക് വെഹിക്കിൾ. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സക്സസ്സിനെ കുറച്ചും കൂടെ സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേബി G ഇറക്കാൻ പോവുകയാണ്. അതൊരു നല്ല കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഡാഡി G അധികം പേർക്ക് മേടിക്കാനുള്ള പൈസ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ബേബി G എങ്കിലും മേടിച്ച് സമാധാനിക്കാം. ഫോർഡ് ഇതേപോലത്തെ ഒരു പരിപാടിയാണ് ബ്രോങ്കോയിൽ ചെയ്തത്. ഫോർഡ് ബ്രോങ്കോ ഇസ് എ ഫുൾ സൈസ് SUV. ആൻഡ് അതിൻ്റെ ഒരു ബേബി ബ്രോങ്കോ എന്നുള്ള മട്ടിൽ ഒരു ബ്രോങ്കോ സ്പോർട്ട് എന്ന് പറഞ്ഞൊരു വണ്ടി ഇറക്കി. ആൻഡ് ദാറ്റ് ഓൾസോ സോ ക്വൈറ്റ് ലോട്ട് ഓഫ് നമ്പേഴ്സ്. കൂടുതലും ഓഫ് റോഡൊന്നും പോകണ്ട, സിറ്റിക്കകത്ത് ഓടിച്ചു നടന്നാൽ മതി എന്നുള്ളവർക്ക് അതൊരു നല്ല സാധനമാണ്. ഇപ്പോൾ നമ്മൾ ആലോചിക്കും കൊള്ളാലോ ഇതൊരു ഭയങ്കര വെറൈറ്റി ഇതാണല്ലോ എന്നുള്ളത്, ഐഡിയ ആണല്ലോ എന്ന്. എന്നാലല്ല, നമ്മുടെ മിറ്റ്സുബിഷിയൊക്കെ ഇത് പണ്ടേ ചെയ്യുമായിരുന്നു. നമ്മുടെ പെജേറോൻ്റെ, അതായത് നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിയ ആദ്യത്തെ പെജേറോൻ്റെ ഒരു ബേബി വേർഷൻ ഉണ്ടായിരുന്നു. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ സ്മോൾ ഷോർട്ട് വീൽ ബേസ് സാധാരണ പെജേറോ തന്നെയായിരുന്നു. പക്ഷേ ഇതൊന്നും അല്ലാണ്ട് ഒരു മോണോകോക്ക് വണ്ടി അവർ ഇറക്കിയിരുന്നു. പെജേറോ ജൂനിയർ, പെജേറോ മിനി, പല മാർക്കറ്റിൽ പെജേറോ അയ്യോ എന്നും പറഞ്ഞ് ഇറക്കിയായിരുന്നു. അയ്യോ ഇതാണ് പെജേറോ എന്ന് നമ്മൾ നോക്കി പോകും. പക്ഷേ ദോസ് ആർ ഓൾസോ പ്രിറ്റി ക്യൂട്ട് സ്മോൾ ഹാച്ച് ബാഗ്സ്. അപ്പോൾ ആ തിയറി ഒന്ന് റീപർപ്പസ് ചെയ്തിട്ടാണ് അവരിപ്പോൾ ഈ സാധനം ഇറക്കിയിരിക്കുന്നത്. ബേബി G ഇറങ്ങിയിട്ടില്ല, അടുത്ത് തന്നെ ഇറങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് സർട്ടൻലി ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. അതേപോലെ നമുക്ക് പുതിയ ലോഞ്ചസിൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന
ഗോൾഫ് GTI ഇതാ വരുന്നു. ഫൈനലി വണ്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒഫീഷ്യൽ അൺവെയിൽ ആയിട്ടില്ല, പക്ഷേ വണ്ടികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ടിഗ്വാൻ R ലൈനും വരുന്നുണ്ട്. അടുത്ത ജെൻ ടിഗ്വാൻ ആണ്. സോ ദാറ്റ്സ് ബോത്ത് ഓഫ് ദം ആർ ഗോണ ബി ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. അവർ പറഞ്ഞത് 150 ഗോൾഫും 300 ടിഗ്വാനും ആണെന്നാണ് കേൾക്കുന്നത്. എന്തായാലും all of these should be sold out before we know it, provided Volkswagen prices them right. സാധ്യതയുണ്ട്. കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തെ GTIയും അതേപോലെ VRS 245യുടെയും ഫ്ലോപ്പ് ആയതോടെ അവർ ഇപ്രാവശ്യമെങ്കിലും ദേ ഷുഡ് കം ഔട്ട് വിത്ത് എ സെൻസിബിൾ പ്രൈസിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. VRSൻ്റെ കാര്യം പറയുമ്പോഴാണ് GTI വരുമ്പോൾ എന്തായാലും അതിൻ്റെ സ്കോഡ സിബ്ലിംഗ് ആയ VRSും വരുന്നതായിരിക്കും. VRS 265 ആണ് ഇപ്രാവശ്യത്തെ വണ്ടി. സോ ഈ 265 ഒരു വണ്ടി ഈ ജസ്റ്റ് റീസെൻ്റ്ലി നടന്ന ജനറേഷൻ സ്പീഡ് എന്നുള്ള ഒരു കാർ ഇവൻ്റ് ഉണ്ടായിരുന്നു ആംബി വാലിയിൽ. അതിനകത്ത് ഈ വണ്ടി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഗോട്ട് എ ചാൻസ് ടു ചെക്ക് ഇറ്റ് ഔട്ട്. റിയലി നൈസ്. എനിക്ക് അത്ര പഴയ വണ്ടി അത്ര അഗ്രസീവായിട്ട് തോന്നിയില്ല അത്. ബട്ട് ഫീൽസ് എ ലിറ്റിൽ മോർ ടോൺ ഡൗൺ ആൻഡ് മോർ സിവിലൈസ്ഡ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് സ്റ്റിൽ ഗോണ ബി എ വെരി എക്സൈറ്റിംഗ് കാർ. എന്തായാലും ആ ജനറേഷൻ സ്പീഡ് പരിപാടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ബ്ലോഗ് കവറേജ് പോലെ ചെയ്തിട്ടുണ്ട്, വിച്ച് ഐ വിൽ ബി പുട്ടിങ് ഔട്ട് വെരി സൂൺ. അപ്പോൾ ഈ ഇത്രയും ഇമ്പോർട്ട്സ് വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുതിയ സൂപ്പർബും അവർ ഡീസൽ വേർഷൻ ഫൈനലി തിരിച്ചു കൊണ്ടിരുന്നു എന്നാണ് കേൾക്കുന്നത്. ഇന്ത്യയിലെ ആക്ച്വലി VAG ഗ്രൂപ്പിനെ പിടിച്ചു നിർത്തിയിരുന്ന ഒരു തൂണായിരുന്നു 2 ലിറ്റർ TDI. ആ എൻജിൻ പോയതോടെയാണ് അവർ മൊത്തത്തിൽ കുഴഞ്ഞ് ഇല്ലാണ്ടായത്. എന്തായാലും വിത്ത് ദ ന്യൂ ഇമ്പോർട്ട് റൂൾസ് ആൻഡ് എവറിത്തിങ് ഈ കുറച്ച് വണ്ടികൾ വിത്ത് ദ 2 ലിറ്റർ TDI, മേ ബി ദി ഒക്ടേവിയ ആൻഡ് ദ സൂപ്പർബ്, അങ്ങനത്തെ കുറച്ച് വണ്ടികൾ തിരിച്ചു വരുന്നതായിരിക്കും. ഇതേ എൻജിൻ അവർ ആ കോഡിയാക്കലും കൂടെ കൊടുത്തിരുന്നെങ്കിൽ അടിപൊളിയായനെ. ബട്ട് എനിവേസ് വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ ഫോർ ദാറ്റ്. പിന്നെ കുറച്ച് ബൈക്ക് വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കുള്ളത് KTM ആണ്. KTM has launched their new 390 Adventure. 2 മോഡൽസാണ്. വൺ ഇസ് എ മോർ റോഡ് ഫോക്കസ്ഡ് അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. വേറെ അതിൻ്റെ മുകളിലുള്ളത് ഇസ് ദ ഫുൾ ബ്ലോൺ അഡ്വെഞ്ചർ വിത്ത് സ്പോക്ക് വീൽസ് ആൻഡ് മോർ റൈഡിങ് മോഡ്സ്, ക്രൂസ് കൺട്രോൾ, അങ്ങനെ കുറേ സാധനങ്ങളുള്ളത്. ആൻഡ് ഐ എം ആക്ച്വലി വെരി എക്സൈറ്റഡ് അബൌട്ട് ദിസ് പ്രോഡക്റ്റ്. കാര്യം KTM ആൻഡ് അഡ്വെഞ്ചർ അതൊരു മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ പോലെയാണ്. നമുക്കെപ്പോഴും ആ വണ്ടി കാണുമ്പോൾ തന്നെ യു നോ ദാറ്റ് ഇറ്റ്സ് അവരുടെ ഹെറിറ്റേജും കാര്യങ്ങളെല്ലാം വെച്ച് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ കേപ്പബിൾ ബൈക്ക് എന്നുള്ളത്. പഴയ അഡ്വെഞ്ചർ ആക്ച്വലി നമ്മൾ പലപ്പോഴും ഒരു കോംപ്രമൈസ് ആയിട്ടാണ് കണ്ടിരുന്നത്. വൈൽ പീപ്പിൾ വെർ ഈഗർലി വെയിറ്റിംഗ് ഫോർ ഇറ്റ് ബിഫോർ ലോഞ്ച്. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർക്ക് അത് ഇറ്റ് വാസ് എ നൈസ് ബൈക്ക്, പക്ഷേ അതിന് കുറച്ചും കൂടെ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആ വണ്ടിയുടെ എൻജിൻ, ദ ഫ്രെയിം, എവറിത്തിങ് വാസ് ഡിസൈൻ ടു ബി എ സ്ട്രീറ്റ് ഫൈറ്റർ ഒറിജിനലി. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലോട്ടൊരു അഡ്വഞ്ചർ അഡാപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. വേറെ ഈ വണ്ടി ഈ പുതിയ ജനറേഷൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ അവർ ആ ഫ്രെയിമും അതിൻ്റെ എൻജിനും കാര്യങ്ങളെല്ലാം ഒരു അഡ്വഞ്ചർ വേർഷന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടാണ് ഗ്രൗണ്ട്സ് അപ്പ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ യു ക്യാൻ സീ ദ ഡിഫറൻസ് ഇൻ ദ വേ ഇറ്റ് റൈഡ്സ് ആൻഡ് ദ വേ ഇറ്റ് ഹാൻഡിൽസ് ഓഫ് റോഡ് സിറ്റുവേഷൻസ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അതിനകത്ത് ഞാൻ കൂടെ ആലോചിച്ചിരുന്നൊരു കാര്യം അതിൻ്റെ അണ്ടർബെല്ലി എക്സോസ്റ്റ് ആയിരുന്നു. അത് എന്തുകൊണ്ട് അവർ അഡ്വഞ്ചർ ബൈക്കിന് അണ്ടർബെല്ലി എക്സോസ്റ്റ് കൊടുത്തു ഈ വെള്ളത്തിനടിയിലൊക്കെ പോകുമ്പോൾ എന്നുള്ളത്. പക്ഷേ അവർ പറഞ്ഞത് ടെയിൽ സാഡിൽ ബാഗ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതേപോലെ വെള്ളത്തിൻ്റെ അടിയിൽ പോയാലും ഓഫ് ആവില്ല. അതിനെന്തോ ഒരു വാൽവൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്. വെള്ളം ഓഫാക്കിയാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് KTM വീഡിയോ ഇട്ടിട്ടുണ്ട്. ഐ എം ഷുവർ ദേ ഹവ് തോട്ട് അബൌട്ട് ദിസ്. അപ്പോൾ എന്തായാലും റിയലി എക്സൈറ്റിംഗ് ബൈക്ക്. ഐ എം വെയിറ്റിംഗ് ടു റൈഡ് ദാറ്റ് ഓൾസോ. എങ്ങനെ ഉണ്ടെന്നൊന്ന് കണ്ടു തന്നെ അറിയണം. പിന്നെ KTMൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു സംഭവം സംഭവിച്ചിരിക്കുന്ന അവരുടെ 125cc ലൈനപ്പ് അങ്ങോട്ട് നിർത്തി. അത് ആക്ച്വലി ഒരു കണക്കിന് നന്നായി. കാര്യം എന്ന് പറഞ്ഞാൽ 125 KTM ആക്ച്വലി എപ്പോഴും ഒരു എന്താ പറയുക, ഒരു കുറച്ചൊരു ലൂക്ക് വാം പ്രൊഡക്റ്റ് ആയിരുന്നു. അവർ സംഹൗ അതിനൊരു മാർക്കറ്റ് അക്സെപ്റ്റൻസും അങ്ങനെ അങ്ങോട്ട് വന്നില്ല. ആൻഡ് അപ്പുറത്ത് R15ഉം MT സീരീസും എല്ലാം വെച്ച് നോക്കുമ്പോൾ 150ൽ അടിച്ച് പൊളിക്കുമ്പോൾ ഈ 125 കൊണ്ട് KTM കുറച്ച് സ്ലോ ആയിരുന്നു. ബേസിക്കലി അത് ആ ഒരു 200 എൻജിൻ ഡിറൈവ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിവേഴ്സ് ഡെറിവേഷൻ ചെയ്തിട്ടുള്ള ഒരു 125cc ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളും എല്ലാം ഇസ് ഡിസൈൻ ഫോർ എ ബിഗർ എൻജിൻ. പക്ഷേ അതിനകത്ത് ഈ കുഞ്ഞ് എൻജിൻ കൊടുത്തു കഴിയുമ്പോഴേക്കും അതിന് വിചാരിക്കുന്ന ആ ഒരു പെർഫോമൻസും ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഒന്നും കിട്ടാണ്ടായി. എന്തായാലും 125 RCയും 125 റെഗുലറും നിർത്തിയിട്ട് ഇനി 160 വരാൻ പോകാമെന്നാണ് കേൾക്കുന്നത്. സോ ദാറ്റ് ഇസ് മോർ ട്യൂൺഡ് ഫോർ ദി ഇന്ത്യൻ മാർക്കറ്റ്. ഈ യമഹയുടെയും ബാക്കി സുസുക്കിൻ്റെ എല്ലാത്തിൻ്റെയും 150 കോമ്പറ്റീഷൻ അതിനൊരു നല്ലൊരു പവർഫുൾ കോമ്പറ്റീറ്ററായിട്ടാണ് അവർ ഈ ഒരു വണ്ടി ഇറക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ
കാറുകളുടെ കാര്യം പറയുമ്പോൾ വോൾവോ XC90 ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ പ്രത്യേകിച്ച് കണ്ടാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇറ്റ് ലുക്സ് മോർ ഓർ ലെസ് ലൈക്ക് ദി ഓൾഡ് XC90 വിച്ച് വി ഹവ് ബീൻ സീയിങ് ഫോർ ഗോഡ് നോസ് ഹൗ മെനി ഇയേഴ്സ്. ഒരു EX90 എന്ന് പറഞ്ഞ വോൾവോൻ്റെ ആ വണ്ടിയുടെ ഒരു ഫ്രണ്ട് എൻഡും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള സ്റ്റൈലിംഗ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഇത് പറയാൻ തന്നെ പ്രത്യേകിച്ച് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. ഇറ്റ്സ് എ വെരി ബോറിംഗ് ലോഞ്ച്. XC90 ഇറങ്ങിയ സമയത്ത് ഒരു ഭയങ്കര ക്ലാസ് ലീഡിങ് വണ്ടിയായിരുന്നു. ദ കംഫർട്ട്, ദ ബിൽഡ് ക്വാളിറ്റി, ദ ഇൻറ്റീരിയറിൻ്റെ ക്വാളിറ്റി വാസ് ബ്രില്യൻറ്റ്. പക്ഷേ ഇതിപ്പോൾ ഇത്രയും കൊല്ലമായി വണ്ടി ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. അതിനുണ്ടായിരുന്ന ഡീസൽ എഞ്ചിനും പോയി. ഇപ്പോൾ ഒരു 4 സിലിണ്ടർ 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ. വെരി ലൂക്ക് വാം ലോഞ്ച്. ഇത് പറയുമ്പോഴും എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഇല്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും വലിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. വോൾവോ എന്തോ സംഭവം അവർക്കിപ്പോൾ എന്തോ കാറുണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണ്. എന്തോ വാശിപ്പുറത്ത് ഇല്ല, നമ്മൾ ഇങ്ങനത്തെ വലിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒന്നും ഇറക്കില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാഹചര്യത്തിലോട്ട് എത്തി. ആൻഡ് ദാറ്റ് ഈസ് ക്വൈറ്റ് സാഡ്. കാര്യം എന്ന് പറഞ്ഞാൽ വോൾവോ ഒരു സമയത്ത് ഒരു വയബിൾ കോമ്പറ്റേറ്റർ ആയിരുന്നു മെർസിഡീസിനും BMW-ക്കും ഔഡിനും എല്ലാത്തിനും. പക്ഷേ അത് കഴിഞ്ഞ് സംഭവം ഇറ്റ്സ് ഓൾ വെരി ബോറിങ്. ഇപ്പോൾ എന്തൊക്കെ വണ്ടികൾ അവർ ഇറക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് തന്നെ പ്രത്യേകിച്ച് വലിയ ഐഡിയ ഇല്ല. ആൻഡ് ഓൾസോ സർവീസിൻ്റെ കാര്യമാണെങ്കിലും കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ ബെൻസും BMW പോലെ പുറത്തത്ര എളുപ്പത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നൊരു കാറല്ല വോൾവോ. ആൻഡ് അവരുടെ എക്സൈറ്റിംഗ് എൻജിൻസും എല്ലാം പോയി. പണ്ട് ദേ യൂസ് ടു ഹാവ് ദ പോൾസ്റ്റാർ, ദേ യൂസ് ടു ഹാവ് ദ T6, പിന്നെ നല്ല ഡീസൽ എൻജിൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ പോയി ഇപ്പോൾ ഈ ഒരു 2 ലിറ്റർ പെട്രോൾ എഞ്ചിനും കൊണ്ട് ഐ ഡോണ്ട് നോ വൈ ദേ ടേക്ക് ദാറ്റ് എഫേർട്ട് ടു ഇവൺ സ്റ്റേ ഇൻ ദ മാർക്കറ്റ്. എന്തായാലും ഒരു വണ്ടിയും കൂടെ ഇറങ്ങി, അങ്ങനെ പറയാം. പിന്നെ കമ്മിങ് ടു സം ക്ലാസിക് കാർ ന്യൂസ്. ഡൽഹിയിൽ അല്ല, ക്ലാസിക് കാർ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, പഴയ വണ്ടിയുടെ ന്യൂസ്. ഡൽഹിയിൽ 15 വർഷം പഴക്കമുള്ള വണ്ടികൾക്ക് ഇനി ഫ്യൂവൽ കൊടുക്കുന്നില്ല എന്നുള്ളത് എന്താ അവർ കാണിക്കാൻ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. കാര്യം ഈ NGT വന്നിട്ട് ഡൽഹി പൊല്യൂഷന് വേണ്ടിയിട്ട് 15 കൊല്ലമുള്ള വണ്ടികൾ ബാൻ ചെയ്യുന്നു, 10 കൊല്ലമുള്ള ഡീസൽ വണ്ടി ബാൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതുണ്ടാക്കി. കുറേ പേരുടെ ഓൺലി കാറുകൾ നഷ്ടപ്പെട്ടു. കുറേ പേർക്ക് ഇനി ലൈഫിൽ കാർ മേടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അവരൊക്കെ പെട്ടു. ഈ പൊല്യൂഷനും സാധനങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ശ്വാസം മുട്ടി വീട്ടിയിരിക്കാം. ഒരു അത്യാവശ്യം മെഡിക്കൽ എമർജൻസി ഉണ്ടെങ്കിൽ പോകാൻ പറ്റാത്ത സാഹചര്യം. പക്ഷേ എന്തോ ചെയ്തു. എന്തിനാണ് ഇങ്ങനത്തെ ഒരു റൂളെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഇത് ഫൈറ്റ് ചെയ്യാൻ ഒന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഹാവ് പിക്ഡ് ഓൺ ദ വീക്കസ്റ്റ് എൻറ്റിറ്റി, പ്രൈവറ്റ് കാർ ഓണേഴ്സ്. അവർക്ക് പ്രത്യേകിച്ച് ഒരു അസോസിയേഷനും ഇല്ല, ഒരു സാധനവും ഇല്ല. ഫാമേഴ്സിൻ്റെ ഈ സ്റ്റബിൾ ബേണിംഗ് ആണെങ്കിൽ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്യും. ബിൽഡർമാരുടെ അഗേൻസ്റ്റ് ഈ കൺസ്ട്രക്ഷനും ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ്റെ അഗേൻസ്റ്റ് പ്രൊട്ടസ്റ്റ് ചെയ്താൽ ഇവന്മാരെല്ലാം കൂടി വെച്ച് കൊല്ലും. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ല. എന്നാൽ പിന്നെ കാറുകാരുടെ തലക്കിട്ട് കയറാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നാക്കാം. അതുപോലത്തെ ഒരു പരിപാടിയും കൂടെ which will now give rise to more corruption. ഒരു പെട്രോൾ പമ്പിൽ ചെന്നിട്ട് ഈ വണ്ടിക്ക് 10 വർഷമാണോ 15 വർഷമാണോ എന്നൊക്കെ ഈ പമ്പിലടിക്കുന്ന ആൾക്ക് എങ്ങനെ അറിയണം? അയാൾക്ക് വേറെ പണിയില്ല. അയാളുടെ പമ്പ് പെട്രോൾ അടിക്കണോ അതോ ഓരോ വണ്ടിയുടെ നമ്പർ വാഹനത്തിലടിച്ച് നോക്കിയിട്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. ഇത് വെറുതെ ഒരു വെറുതെ ഒരു ആവശ്യമില്ലാത്തൊരു റൂളാണ്. എന്നാൽ ഡൽഹിയിൽ 50 വർഷം ആയ വണ്ടികൾ ക്ലാസിക് കാർ രജിസ്ട്രേഷൻ കൊടുക്കണമുണ്ട്. അപ്പോൾ ഈ 15 വർഷമായ വണ്ടി ഈ 50 വർഷം വരെ പൂട്ടിയിടണം. അത് കഴിയുമ്പോൾ വിൻറ്റേജ് രജിസ്ട്രേഷൻ കൊടുക്കും. എന്താണ് അതിൻ്റെ ലോജിക്ക് എന്ന് വെച്ചാൽ ഒരു പിടിയില്ല. എനിവേസ്, വിൻറ്റേജ് കാറുകളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് വേറൊരു നോട്ടിഫിക്കേഷൻ ഈ ഇടയ്ക്കായിട്ട് ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രീ ഇമ്പോർട്ട് ഓഫ് ക്ലാസിക് കാർസ് പെർമിറ്റഡ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ വിചാരിക്കും ആഹാ കൊള്ളാലോ, ഇനിയിപ്പോൾ എല്ലായിടത്തുനിന്നും വണ്ടികൾ നമുക്ക് സിമ്പിളായിട്ട് ഇമ്പോർട്ട് ചെയ്യാമെന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല റൂള്. ആ റൂള് ബേസിക്കലി പറയുന്ന ഇത്രയും കാലം ഒരു റൂളുണ്ടായിരുന്നു, pre-1950 എന്ത് വണ്ടി വേണമെങ്കിലും കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ ദാറ്റ് റൂൾ ഹാസ് ബീൻ എക്സ്റ്റെൻഡഡ് ആൻഡ് മോഡിഫൈഡ് ഇൻ എ വേ ദാറ്റ് 50-year-old cars can now be imported. സോ 50-year-old cars എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1975 വരെ കൊണ്ടുവരാം. എന്നാൽ എല്ലാ കൊല്ലവും അത് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കും. അടുത്ത കൊല്ലം 76, 77 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. കാര്യം ഇത്രയും കാലം അതിലുണ്ടായിരുന്നൊരു ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. കാര്യം 1950 എന്നൊരു ഇയർ അങ്ങോട്ട് എവിടെന്നോ കൊണ്ടുവന്നു. ഇനി 1950 വരെയുള്ള വണ്ടികൾ കൊണ്ടുവരാം. എന്നാൽ അടുത്ത കൊല്ലം 51 ആവോ? അതില്ല. ആൻഡ് 1950 കൊണ്ടുവരാനാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര എക്സൈറ്റിംഗ് വണ്ടികളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സാധാരണക്കാരന് എക്സൈറ്റ് ചെയ്യുന്ന വണ്ടികൾ വളരെ കുറവാണ്. ആൻഡ് നമ്മൾ വന്നിരിക്കുന്ന വണ്ടികൾ നോക്കിയാലും പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് കുറച്ച് വണ്ടികളെ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഒരു കുന്നുകൂടി റോൾസ് റോയ്സ് 20-25 HP വന്നിരിക്കുന്നത്. കുറേ കാഡിലാക്കും വന്നിട്ടുണ്ട്, 48-49 കാഡിലാക്സും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കുറച്ച് വലിയ ഇതല്ലാത്ത വണ്ടികളാണ് വന്നിരുന്നത്. പക്ഷേ ഇനി കളി മാറും. കാര്യം നൗ
ഒരു യങ്ങർ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന കുറേ വണ്ടികൾ കൊണ്ടുവരാൻ പറ്റും. സോ യു വിൽ ഹാവ് യുവർ മസ്റ്റാങ്സ്, യുവർ കമാരോസ്, യുവർ ജാഗ്വർ ഈ ടൈപ്സ്, ഇങ്ങനത്തെ കുറേ വണ്ടികൾ, XK 120s 150s, ഓൾ ദീസ് എക്സൈറ്റിംഗ് കാർസ് വിൽ സ്റ്റാർട്ട് കമ്മിങ്. ആൻഡ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ റൂളിൽ ഇപ്പോഴാണ് കുറച്ചൊരു എക്സൈറ്റ്മെൻറ്റ് ഉള്ളത്. ആൻഡ് എനിക്ക് പേഴ്സണലി ഇവിടെ കാണണമെന്നോ ഓൺ ചെയ്യണമെന്നുണ്ടായിരുന്ന കുറേ വണ്ടികൾ വിച്ച് ആർ ഫ്രം ദ 60s and the 70s generally. Even your small British cars like the MGBs or your Triumph Spitfires, അല്ലെങ്കിൽ more Euro cars like the Fiat Spiders, Alphas, all these cars നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു അടിപൊളി പരിപാടിയാണ്. പക്ഷേ അതിനകത്തുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയൊന്നും ഫ്രീ ആയിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ആൾക്കാർ പറയുന്ന പോലെ 250% ഡ്യൂട്ടി ഉള്ളത്. 250% ഓഫ് ദ കാർസ് പ്രൈസ് ദെയർ അല്ല. 250% ഓഫ് ദ വെഹിക്കിൾസ് കോസ്റ്റ്, ഇൻഷുറൻസ് ആൻഡ് ദ ഫ്രൈറ്റ് ടു ഗെറ്റ് ദ വെഹിക്കിൾ ടു വേറെവർ ഇൻ ഇന്ത്യ. അത്രയും അതിൻ്റെ ആ ടോട്ടൽ എമൗണ്ടിൻ്റെ 250% ഡ്യൂട്ടിയും പിന്നെ ഏതാണ്ട് 10-30% വേറെ കുറച്ച് സെസ്സുകളും കാര്യങ്ങളെല്ലാം കൊടുത്താലേ വണ്ടി ഇറങ്ങുള്ളൂ. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും 19 ലക്ഷം രൂപ ഉണ്ടാവും ഒരു വണ്ടി. അവിടുത്തെ ബേസിക് ഒരു ഓടണ വണ്ടി ഇവിടെ കൊണ്ടുവന്നാലും അത്ര ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് എക്സൈറ്റിംഗ്. നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു നല്ല ഡീല് കിട്ടുമ്പോൾ അത് അവിടെ നിന്ന് നൈസായിട്ട് ചൂണ്ടിക്കൊണ്ട് വരാമെന്ന് എനിക്ക് അറ്റ്ലീസ്റ്റ് മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. നിങ്ങളാണെങ്കിൽ എന്ത് വണ്ടിയായിരിക്കും ഇമ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പ്രീ 1975 ആസ് ഓഫ് നൗ എന്ത് വണ്ടിയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറച്ച് കൊല്ലം കൂടെ കഴിഞ്ഞാൽ ഇസ് ദർ എനി ഡ്രീം കാർ ദാറ്റ് യു വുഡ് ലൈക്ക് ടു ഇമ്പോർട്ട് എന്നുള്ളതും പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അപ്പോൾ അങ്ങനെ ഓൺ ദാറ്റ് നോട്ട് ലെറ്റ് us end today's episode. ഇപ്പോൾ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഞാൻ ഐ വിൽ ഹിറ്റ് ട്രാഫിക് വെരി സൂൺ. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ ഓർ എനി അതർ ഫീഡ്ബാക്ക് പ്ലീസ് ഡു ലെറ്റ് മീ നോ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ ക്ലിക്കിംഗ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ ഗൈസ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.